വയനാട് പ്രത്യേക പാക്കേജിനെ ചൊല്ലി ലോക്സഭയിൽ ബഹളം. പ്രിയങ്ക ഗാന്ധിയാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. പാക്കേജ് ഗ്രാന്റായി പ്രഖ്യാപിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. ചൂരൽമലയിലെ ദുരിതബാധിതരുടെ അവസ്ഥ പരിഗണിച്ച് കേന്ദ്രം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. Whether the ministry will be making a special review on Wayanad, keeping in mind the massive setbacks faced by farmers due to the disaster that they faced in 2024. Further, whether the ministry is informed of the massive difficulties of the rubber farmers in Kerala and is considering inclusion of rubber in the MSP list. And whether the ministry has any plans regarding the volatility of spice prices. अध्यक्ष महोदय जी, मंत्री महोदय जी ने बहुत उल्लेख किया कि प्रधानमंत्री जी की किसानों की प्रति कितनी हमदर्दी है. प्रधानमंत्री जी खुद वायनाड गए थे, उन्होंने वहाँ का दुख, वहाँ की किसानों की पीड़ा खुद देखी. मैं उनसे आग्रह करना चाहती हूँ आपके द्वारा कि केरला और वायनाड के किसानों के प्रति भी कुछ हमदर्दी दिखाएं. धन्यवाद. അനൂപ് ദാസാണ് വിവരങ്ങളുമായുള്ളത്. അനൂപ്, സഹായം സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ഇക്കാര്യത്തിലെ ഗവൺമെന്റിന്റെ പ്രതികരണം? പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് പുറമെയാണ് ലോക്സഭയിലും ഈ വിഷയം പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് പോയിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ അല്ലെങ്കിൽ വ്യക്തമായ സഹായം നൽകാൻ കേന്ദ്രം തയ്യാറായില്ലല്ലോ. പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സഹായം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല, ആ പ്രതീക്ഷ നിറവേറ്റപ്പെട്ടില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. പക്ഷേ അപ്പുറത്തു നിന്ന് ഭരണപക്ഷത്തു നിന്ന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചൊരു വിഷയം റബ്ബർ കർഷകരുടേതായിരുന്നു. റബ്ബർ കർഷകരുടെ റബ്ബറിന് അടിസ്ഥാന വില നിശ്ചയിക്കണം, അതിന് നിയമപരീക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം കർഷകർക്കുണ്ട് എന്ന് സഭയിൽ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരുന്നു. പക്ഷേ റബ്ബർ കർഷകരുടെ പ്രശ്നം പറഞ്ഞപ്പോൾ തിരിച്ച് കൃഷിമന്ത്രിയുടെ മറുപടി ഉണ്ടായത് മുളക് കർഷകരുമായി ബന്ധപ്പെട്ടാണ്. മുളകിന് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷത്തുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വലിയ പ്രതിഷേധമുയർത്തി. എന്തായാലും വയനാട് വിഷയം വീണ്ടും സജീവമായി സർക്കാരിന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രിയങ്ക ഗാന്ധി നടത്തിയത്. അത് ലോക്സഭയിൽ വിഷയം ഉന്നയിച്ചും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയും.